അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യ പൂജാരിയുടെ വേഷത്തിൽ ഇങ്ങനെ വിരാജിക്കുന്ന ഒരു സമയമാണ്. ആൾക്കാർക്കൊരു സംശയം, മൂപ്പർ പ്രധാനമന്ത്രിയാണോ അതെ പൂജാരിയാണ്? ഒരു കൺഫ്യൂഷനാണ്. രാഷ്ട്രീയ പരിപാടികളൊക്കെ വേണമെങ്കിൽ അദ്ദേഹം മതപരിപാടിയാക്കി മാറ്റും, മതപരിപാടിയൊക്കെ അദ്ദേഹം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റും. പാർലമെന്റിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ ഹർദാൻ സാറോട് ചോദിക്കും, ഒരിക്കലും ഒരു മതപരമായ വിഷയം പാർലമെന്റിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തെ മുൻനിർത്തി ഒരു പ്രത്യേക ചർച്ച മോഡിയെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ സംഘടിപ്പിച്ചു. അപ്പം ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഇങ്ങനെ യോഗം ചേർന്നപ്പോൾ CPN പ്രദാനം ചെയ്തുകൊണ്ട് ഞാനാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പൊ അന്ന് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്, ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. മതപരമായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഇന്ത്യൻ പാർലമെന്റ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. ഏതെങ്കിലും ഒരു നേതാവിനെ പ്രകീർത്തിക്കാൻ വേണ്ടി, വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഷയം പാർലമെന്റിന്റെ പ്രതലത്തിൽ ചർച്ചക്കെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട്. ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിന്റെ ഫോറത്തിലൊന്നും ചർച്ചക്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് CPM ഈ ചർച്ച ബഹിഷ്കരിക്കുന്നു. നമ്മുടെ നിലപാട് പറഞ്ഞു. ഉടനെ DMK-ക്കാര് പറഞ്ഞു, ശരിയാണ്, ഇതൊരു ധ്രുവീകരണ വിഷയമാണ്, ഇത് ഭരണഘടന അനുസൃതമായ ഒരു വിഷയമല്ല. ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരു അമ്പല നിർമ്മാണം ചർച്ചക്കെടുക്കുന്നത് ഒരു തരത്തിലും ഹിതകരമല്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കണം, 2024 പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ ഒരു ചർച്ച പാർലമെന്റിന് മേളിൽ അടിച്ചേൽപ്പിക്കുന്നത്. സമാജ്വാദി പാർട്ടി ഈ രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന UP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. അപ്പം എനിക്കൊരു സംശയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കും, പ്രത്യേകിച്ച് അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിക എന്ന് പറയുന്ന UP-യിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വിഷയത്തോട് മുഖംതിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ? എന്തായിരിക്കും സമാജ്വാദി പാർട്ടി അവിടെ അഭിപ്രായം പറയാന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് രാം ഗോപാൽ യാദവ് പറഞ്ഞു, CPM പ്രതിനിധി പറഞ്ഞ വളരെ കറക്റ്റാണ്, ഈ ചർച്ചയിൽ ഒരു കാരണവശാലും പ്രതിപക്ഷം പങ്കെടുക്കരുത്. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കും. എന്താ പങ്കെടുക്കുന്നതിന് കാരണമായി പറഞ്ഞത്? ഞങ്ങളും കൂടി ആവോളം ശ്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ രാം ഗോപാൽ യാദവ് പറഞ്ഞു, ഈ പള്ളി പൊളിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരല്ലേ ഇവര്, ഇഷ്ടിക സമ്മാനിച്ചവരല്ലേ, സ്വാഭാവികമായിട്ട് അവരെ ചർച്ചയിൽ പങ്കെടുക്കും, നമ്മൾ അതിനോട് ഒരു തരത്തിലും കലഹിച്ചിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ ഞങ്ങള് പാർലമെന്റിലേക്ക് പോയി. ഇതിന് തൊട്ടു മുമ്പുള്ള വിഷയം വന്നപ്പോൾ CPM ഇടതുപക്ഷ രാഷ്ട്രീയം എനിക്ക് നൽകിയ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്തല്ല, രാമൻ സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, അനുഭാവത്തിന്റെ പ്രതീകമാണ്. അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ്. നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത നാദൂറാമനാണ്. അതുകൊണ്ട് ശ്രീരാമനെ നിങ്ങള് റാഞ്ചാൻ വേണ്ടി നിന്നാൽ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ പ്രസംഗിച്ച് കരാറേട്ട ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് താപ്പാരങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ രാജ്യസഭ, ലോക്സഭ അതൊക്കെ പറയുന്നത്. 1-2 പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടാസി അങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇവര് സർവശക്തരാണ്, ഇവരെന്തും ചെയ്യും, കണ്ടില്ലേ പലരെയും ജയിലിലിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ ഒരു പാർട്ടിക്കൊരു നിലപാടുണ്ട്, ആ നിലപാട് പറയാൻ പ്രത്യേകിച്ച് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടതില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്, 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പല കോൺഗ്രസുകാരും രാമൻ എന്ന് പറയുന്നത് BJP-യുടേതല്ല എന്ന് പറയാൻ വേണ്ടി അവരുടെ നാവ് അല്പമെങ്കിലും പൊന്തി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷം. ഇന്ത്യൻ ഭരണഘടനയെയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള കെൽപ്പ് സാന്നിധ്യത്തിലില്ല എങ്കിൽ പോലും നമ്മുടെ ആർജവത്തിലും നമ്മുടെ സമർപ്പിത ബോധത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഈ കാര്യം.